പഠിപ്പിച്ചേ? ഓക്കെ, ക്ലാസ് ടീച്ചർ എടുത്തൊക്കെ മനസ്സിലായോ? നിങ്ങൾ സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുട്ടികളാണോ? ഏതാ അടുത്ത സിനിമ കണ്ടത്? ടർബോ കണ്ടു അല്ലേ? ഓക്കെ, ആരാ ഇഷ്ടപ്പെടുന്ന നടനാരാ? ഒക്കെ മമ്മൂട്ടി ഫാൻസ് ആണോ? മോഹൻലാൽ ഫാൻസ് ഇല്ലേ? ഇല്ലേ? എല്ലാരും മമ്മൂട്ടി ഫാൻസ് ആണല്ലോ അല്ലേ? സുരേഷ് ഗോപി ഇല്ലേ? അപ്പൊ സിനിമയിൽ കാണാൻ ഇഷ്ടമുള്ള കുട്ടികളാണല്ലേ? പക്ഷെ നിങ്ങൾക്ക് മമ്മൂട്ടിനെയും മോഹൻലാലിനെയും മാത്രമേ അറിയുള്ളൂ? അതിലഭിനയിച്ച നായികമാരൊക്കെ അറിയില്ലേ? ടീച്ചർ ഒരു പേര് പറയാം, അതാരാന്ന് പറയാം കേട്ടോ. ലാൽ ജോസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആരാ ലാൽ ജോസ്? ഓക്കെ, വെരി ഗുഡ്. ആരാണ് ലാൽ ജോസ്? ബ്ലെസ്സി കേട്ടിട്ടുണ്ടോ? ബ്ലെസ്സി, ബ്ലെസ്സി ആരാ? ഇപ്പൊ അടുത്ത ബ്ലെസ്സിയുടെ ഒരു ചിത്രം ഇറങ്ങിയില്ലേ? ഒരു ഫിലിം ഇറങ്ങിയില്ലേ? ഏതാണത്? ആടുജീവിതം അല്ലേ? അതിലെ നായകൻ ആരായിരുന്നു? അപ്പൊ നിങ്ങൾക്ക് ഐഡിയ ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇന്ന് ഹ്യൂമാനിറ്റീസ് അല്ലേ? ഒന്ന് ഫസ്റ്റ് പീരീഡ് ഏതാ ക്ലാസ് എടുക്കുന്ന വെച്ചാൽ ഓർമ്മ ഉണ്ടാവോ? അപ്പൊ നിങ്ങൾ പഠിക്കാനും മിടുക്കന്മാരാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഡയറക്ടർ ആണെന്ന് പറഞ്ഞു അല്ലേ? അദ്ദേഹം എന്താണ് ആ സിനിമയിൽ ചെയ്യുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കഥ എഴുതുക, അത് നിരക്കഥാകൃത്തല്ലേ കഥ എഴുതുക? ആ, ഒരു ഓവറോൾ സിനിമയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഡയറക്ടർ ആണല്ലേ? നിങ്ങൾ ഈ സിനിമയുടെ ലൊക്കേഷനൊക്കെ കണ്ടിട്ടുണ്ടോ ടിവിയിലൊക്കെ? ഈ ഡയറക്ടർ എവിടെ ഇരിക്കും? ഒരു കസേരയൊക്കെ കസേരയിൽ ഇരിക്കില്ലേ? എന്നിട്ട് സ്റ്റാർട്ട്, ആക്ഷൻ, റോൾ എന്നൊക്കെ പറയുന്ന ആരാണ്? ഡയറക്ടർ ആണല്ലേ? അപ്പൊ നമ്മള് ഈ ഡയറക്ടർ എന്ത് ചെയ്യാണ്? ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പോവാണ്. ആ ഡയറക്ടർ അല്ല ഇവിടുത്തെ ഡയറക്ടർ, പക്ഷെ ഏകദേശം പ്രവർത്തനങ്ങളൊക്കെ എന്താണ് സിനിമയിലെ ഡയറക്ടർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഡയറക്ടർ ചെയ്യുന്നത്. ഡയറക്ടർ എന്താ ചെയ്യുന്നത്? അവിടെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി ആ ഒരു സിനിമയിലെ ഡയറക്ടർ എന്ന് വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യണ്? അവരെ സൂപ്പർവൈസ് ചെയ്യുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, ആ ഒരു ഓവറോൾ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. എല്ലാം ചെയ്യുന്നവരാണ് നമ്മുടെ ഡയറക്ടർ ആണല്ലേ? അപ്പൊ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഡയറക്ടറുടെ റോൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള പ്രക്രിയകളാണ്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഏതാണ്? ഡയറക്റ്റിംഗ്. ഏതാണ്? ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിംഗ്, ഗൈഡിംഗ്, കൗൺസിലിംഗ്, motivating, leading overall functions of the organization to achieve its objectives. അതായത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൂപ്പർവിഷൻ നൽകുക, അവിടുത്തെ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുക, ലീഡ് ചെയ്യുക, അവർക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകുക. ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത് നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടർ എന്തൊക്കെ ചെയ്യുന്നു? അവിടുത്തെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുന്നു, അവർക്ക് വേണ്ട മോട്ടിവേഷൻ നൽകുന്നു, അവരെ ലീഡ് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, കൗൺസിലിംഗ് ചെയ്യുന്നു. അപ്പൊ എന്താണ് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് നൽകുന്ന ആരാണ്? നമ്മുടെ ഡയറക്ടർ ആണ് അല്ലേ? നിങ്ങളുടെ ഡയറക്ടർ ആരാണ്? ഇവിടുത്തെ ആരാണ്? ടീച്ചർ അല്ലേ? നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നൽകുന്ന ആരാണ്? നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് ആരാ നോക്കേ? ടീച്ചർ നോക്കാറില്ലേ? അപ്പൊ നിങ്ങളുടെ ഡയറക്ടർ ആരാണ്? ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടല്ലോ എല്ലാം മോട്ടിവേഷൻ തരുന്നില്ലേ? നിങ്ങളെ ലീഡ് ചെയ്യുന്നില്ലേ?
ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനും മിടുക്കത്തി ആരാ വായിക്കുക? ആരാ വായിക്കുക? സാലിയോ? അങ്ങനെ വായിക്കും. It is the process of instructing, guiding, counseling, motivating, and leading people in the organization to achieve its objectives. അപ്പൊ ഡയറക്റ്റിംഗിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ്. ഇതെന്താണ്? ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ് ആണ്. ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് കൗൺസിലിംഗ് ചെയ്യുന്നു, അവർക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും നൽകുന്നു, അവരെ ലീഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതാണ് എന്ത്? ഡയറക്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡയറക്റ്റിംഗിൽ പറയുന്നത് ഒരു പ്രോസസ് ആണ് പറഞ്ഞു. അതിൽ എന്താണ്? സൂപ്പർവിഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഗൈഡിങ് നൽകുന്നുണ്ട്, അവർക്ക് ലീഡർഷിപ്പ് അവർ ലീഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവരെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഇതിന്റെ എലമെന്റ്സ് ആണ്. എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഒരു സ്ഥലത്ത് നിന്നിട്ട് തൊഴിലുറപ്പൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാൻ അവിടെ ഒരാൾ വരില്ലേ? പിന്നെ മെയിൻ ആള് അല്ലേ? പിന്നെ ADS വരുന്നുണ്ടോ? ADSമാർ എന്താ ചെയ്യാ? അവര് പണിയെടുക്കണ്ടോ നോക്കൂലേ? പിന്നെ അവർക്ക് വേണ്ടിട്ട് എവിടെ നിങ്ങൾ പണിക്ക് പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത് ആരാണ്? ഈ ADSമാരാണല്ലേ. അപ്പൊ അവര് സൂപ്പർവൈസ് ചെയ്യാനാണ് ചെയ്യുന്നത്, ഈ ADSമാർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലുള്ള ജോലിക്കാരുണ്ടല്ലോ, നമ്മുടെ ജോലിക്കാർക്ക് അവർ കൃത്യമായിട്ട് പണി ചെയ്യുന്നുണ്ടോ? അവര് എന്തെങ്കിലും ഈ ഡയറക്ടർ, അതായത് നമ്മുടെ ആ ഓഫീസിലെ എന്തെങ്കിലും തരത്തിൽ അവര് വ്യതിചലിക്കുന്നുണ്ടോ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, എന്തെങ്കിലും വ്യതിചലിക്കുന്നുണ്ടോ എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഡയറക്ടർ. ഓക്കെ, വെരി ഗുഡ്, ഡയറക്ടറാണ്. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മേൽനോട്ടും നൽകുക, അതായത് സൂപ്പർവൈസ് ചെയ്യുക. അവര് കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടോ, അവരെന്താണ് പറഞ്ഞതുപോലെ തന്നെയാണോ, അതായത് നമ്മുടെ സുപ്പീരിയേഴ്സ് പറഞ്ഞതുപോലെ തന്നെയാണോ ചെയ്യുന്നത്, അവരെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നില്ല, അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ട മേൽനോട്ടം വഹിക്കുക, അവരെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോസസ് ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡയറക്ടർ എന്താ ചെയ്യണം? അപ്പോ നമ്മുടെ ഡയറക്ടറും ഇതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസ് ചെയ്യുന്നു. നമ്മുടെ സബോർഡിനേറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ സൂപ്പർവൈസ് ചെയ്തിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു റോളും കൂടി ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡയറക്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾ ഇവിടെ അങ്ങനെ ഓരോ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുന്നില്ലേ? കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കാറില്ലേ? അപ്പൊ നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? ഇവിടുന്ന് ടീച്ചേഴ്സ് അല്ലേ? നിങ്ങളടുത്ത് പങ്കെടുക്കണ്ടെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് എന്താണ് എല്ലാ ടീച്ചേഴ്സും എല്ലാവിധ പ്രചോദനങ്ങളും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ ഓരോ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ എല്ലാവിധ പ്രചോദനം നൽകുന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ഡയറക്ടറും. ഇപ്പോ നമ്മുടെ ഡയറക്ടർ എന്താണ്? ഈ സബോർഡിനേറ്റ്സിന് വേണ്ടിയിട്ട് എല്ലാ പ്രചോദനങ്ങളും നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ? മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് എന്ന് പറയാം. നമ്മുടെ ഡയറക്ടർ നമ്മുടെ സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേഷൻ നൽകുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് എലമെന്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്.
ജീവിതം അല്ലേ? അപ്പൊ അതില് പൃഥ്വിരാജ് പറയാണ് ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ ശരീരമൊക്കെ നല്ല മെലിഞ്ഞ് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ബ്ലസ്സി ചേട്ടൻ എന്ത് ചെയ്യും? അത് സാരം നമ്മളെ നല്ലൊരു ഫിലിമായി മാറാൻ പോവാണ്. നമുക്ക് എന്താണ് നല്ലൊരു സിനിമ പുറത്തിറക്കണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? പൃഥ്വിരാജിന് അതിലുള്ള ഗോകുലിനെ അമലാപോളിനൊക്കെ എന്ത് ചെയ്യാണ്? മോട്ടിവേറ്റ് ചെയ്യാണ് അല്ലേ? അപ്പൊ എന്താണ് അവർക്ക് കുറച്ചും കൂടി ഒരു എനർജി കൂടില്ലേ? എന്ത് വന്നാലും എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഈ സിനിമ പുറത്തിറങ്ങണം എന്നുള്ള എന്താണ് അവർക്കൊരു പ്രചോദനം ഉൾക്കൊള്ളാണ് എല്ലാവരും. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഡയറക്ടർ എന്താ ചെയ്യണത്? നമ്മുടെ സബോർഡിനേറ്റ്സിനോട് പറയാണ് നമുക്ക് എന്ത് വന്നാലും വേണ്ടില്ല, നമ്മുടെ ഈ ആക്ടിവിറ്റീസ് നമ്മളെ നന്നായി പെർഫോം ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്തുള്ള കമ്പനിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഗുഡ് വിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് സാലറി കൂടി കൂട്ടിത്തരാം, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടൂറ് ഓഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിസിറ്റ് ഒക്കെ ഏർപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ സബോർഡിനേറ്റ്സ് തോന്നുകയാണ് ശരിയാണ്, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ മുതലാളി നമുക്ക് എല്ലാം വേണ്ടി ചെയ്ത് തരുന്നൊക്കെ തോന്നുകയാണ്. അപ്പൊ പിന്നെ നല്ല പണിയെടുക്കുവാണ്. നിങ്ങൾ എങ്ങനെയല്ലേ വീട്ടിൽ എന്ത് ചെയ്യാം? അമ്മ പറയാണ് നിങ്ങൾക്ക് ഇന്നത് വാങ്ങിത്തരാൻ നല്ല പണിയെടുത്ത് കൊടുക്കില്ലേ? ഇല്ലേ? മറ്റത് എനിക്ക് വയ്യാറില്ലേ? അല്ല ഉണ്ണി ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരാൻ പറഞ്ഞാലോ ചെയ്യാം അമ്മാന്ന് പറയില്ലേ? അതേപോലെ തന്നെയാണ് എന്ത് കമ്പനിയുടെ ഡയറക്ടർ എന്ത് പറയും? നിങ്ങൾക്ക് ഇന്നതൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടുത്തെ സപ്പോർട്ട് എല്ലാം ഞങ്ങൾ സെറ്റ് ആക്കാം, എല്ലാം ഞങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞിട്ട് അവരെന്താ ചെയ്യും? വില്ലിങ് ആവുകയും. അപ്പൊ അതാണ് എന്ത് നെക്സ്റ്റ് എലമെന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ ലീഡർ ആരാ? ഗേൾസ് ലീഡറോ? ബോയ്സ് ലീഡർ എന്തുകൊണ്ടാണ് അവൻ ലീഡറായിട്ട് തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാ? അവന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എവിടെ ലീഡർ? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക? ഇവ നിങ്ങൾക്ക് നല്ല ഗൈഡൊക്കെ തരുന്നുണ്ടോ? നിങ്ങളെ നല്ല നിർദ്ദേശങ്ങളൊക്കെ തന്ന് നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നുണ്ടോ? ആണോ? നേർവഴിക്ക് നയിക്കുന്നുണ്ടോ? നല്ലൊരു ലീഡറാണോ? ഓക്കെ, ഇത് നല്ലൊരു ലീഡറാട്ടോ. ക്ലാപ്പ് കൊടുത്തെല്ലാരും. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന ആളാരാ? എന്താ പേര്? അമീർ അല്ലേ? അമീർ അല്ലേ ക്ലാസ്സിന് നല്ല രീതിയിൽ കൊണ്ടുവന്നേ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണത് അമീർ അല്ലേ? അതെ, അതേപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഡയറക്ടറും. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എല്ലാ മെന്റൽ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടൊക്കെ നൽകിയിട്ട് അവരെ നല്ല രീതിയിൽ നയിക്കുന്ന ആളാരാണ്? അമീർ. നമ്മുടെ ബിസിനസ്സിലാരാ? ഡയറക്ടർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് എലമെന്റ് ആണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അമീറിനെ ആലോചിക്കണം കേട്ടോ. അമീർ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെന്ന് ആലോചിക്കണം. ഇവിടെ എനിക്ക് കാണുമോ? അപ്പൊ നമ്മുടെ അമീറിനെ ആലോചിച്ചിട്ട് അടുത്ത എലമെന്റ് പഠിച്ചാൽ മതി. അമീർ എന്തൊക്കെ ചെയ്യുന്നു? നമുക്ക് നല്ല ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസ് ഒക്കെ തന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സോൾവ് ചെയ്ത് തരാം. ഗേൾസ് ലീഡർ ആബ്സെന്റ് ആണോ? അപ്പൊ ഗേൾസിലുണ്ടല്ലേ അതേപോലെ ലീഡർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് നൽകുന്നവരാണ് നമ്മുടെ ലീഡേഴ്സ് ആണല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിലെ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ നയിക്കുന്നത്, അവരെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് നമ്മുടെ ഡയറക്ടർ ആണ് അല്ലേ? ലീഡറായിട്ട് നമ്മുടെ ലീഡറായ നമ്മുടെ കേരളത്തിന്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മുഖ്യമന്ത്രി. ആരാണ് മുഖ്യമന്ത്രി? ഓക്കെ, പിണറായി വിജയൻ അല്ലേ? പിണറായി വിജയൻ നമ്മളെ മൊത്തത്തിൽ നയിക്കുന്ന ആരാണ്? പിണറായി സാറാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് എല്ലാം കൃത്യതയോടെ ചെയ്തു തീർക്കുന്ന ലീഡറാണ് ആര്? നമ്മുടെ ഡയറക്ടർ. ഓക്കെ, നമ്മുടെ സ്കൂളിലെ ഒരു കാര്യം ഇനി നമ്മുടെ ക്ലാസ്സുമായിട്ട്
ബന്ധപ്പെട്ട ഒരു കാര്യം അമീറിനെ വിളിച്ചിട്ട് ക്ലാസ് ടീച്ചർ പറയാണ്. എന്തെങ്കിലും ഇപ്പൊ നാളെ സ്കൂളില്ല എന്ന് പറഞ്ഞു അമീറിന്റെ അടുത്ത്. അമീറിന്റെ അടുത്ത് ടീച്ചർ പറഞ്ഞാണ് അമീർ നാളെ സ്കൂളില്ല കേട്ടോ, അപ്പൊ നീ എല്ലാവരുടെ അടുത്തും ഒന്ന് പറയൂ കേട്ടോ എന്നൊക്കെ പറയണേ. നാളെ ആരുടെ വരണ്ടെന്നൊക്കെ പറയണേ. അമീർ എന്ത് ചെയ്തു? ഇത് കേട്ടിട്ട് മിണ്ടാണ്ട് അവൻ ചെയ്തു, അവന്റെ വീട്ടിൽ പോയി, ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്താ പ്രശ്നം ഉണ്ടാവുക? ആരും ഒന്നും ഞങ്ങളൊക്കെ സ്കൂളിൽ തിരിച്ച് നാളെ വരില്ലേ? അപ്പൊ അമീർ എന്താണ് ചെയ്തത്? ഉത്തരവാദിത്തം കാണിച്ചു. പക്ഷെ അവന് കിട്ടിയ ആശയം എന്ത് ചെയ്തില്ല? അവൻ അത് കൈമാറിയില്ല അല്ലെ. അവൻ എന്ത് ചെയ്തു? അവന്റെ കാര്യം കേട്ടു, അവൻ വീട്ടിലേക്ക് മിണ്ടാണ്ട് പോയി, ആരോടും ഒന്നും പറഞ്ഞില്ല. അവൻ പക്ഷെ നിങ്ങളുമായിട്ട് ആ ഒരു ആശയം വിനിമയം ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? നിങ്ങൾ നാളെ വരേണ്ടി വരുമോ? അമീർ? നീ ഇവര് ബുദ്ധിമുട്ടിച്ചില്ലേ? എപ്പോന്ന്? അവ എന്താണ്? ഒരു ഡയറക്ടർ, നമ്മുടെ ഒരു കമ്പനിയിലെ ഡയറക്ടർ എന്താണ്? നമ്മുടെ അമീറിനെ പോലെ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. എപ്പോഴും എന്ത് ചെയ്യണം? നല്ലൊരു കമ്മ്യൂണിക്കേറ്റിംഗ് എബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. എല്ലാ സബോർഡിനേറ്റ്സും ആയിട്ടും നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? അമീറിനാണോ? ഡയറക്ടർക്ക് ഉണ്ടായിരിക്കണം. ആർക്കാണ്? ഡയറക്ടർക്ക് ഉണ്ടായിരിക്കണം. ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? സബോർഡിനേറ്റ്സിന്റെ അടുത്ത് കൃത്യസമയത്ത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? ആശയങ്ങൾ കൈമാറിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത എലമെന്റ് പഠിച്ചോ? ഏതാണ്? ലീഡർഷിപ്പ് വേണ്ടിയിട്ട് ആശയങ്ങൾ കൈമാറണം. എന്താ പറയാ? ഓക്കെ, വെരി ഗുഡ്. പറയാ പേരറിയോ? എന്താ പറഞ്ഞ? കമ്മ്യൂണിക്കേറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. ക്ലാപ്പ് കൊടുത്തു കുട്ടിക്ക്. പറഞ്ഞോ? അപ്പൊ നെക്സ്റ്റ് എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ എടുത്തത് എന്താണ്? ഡയറക്ടിങ്ങിന്റെ 4 എലമെന്റ്സും. ആദ്യം നമുക്ക് അമീറിൽ നിന്ന് തുടങ്ങാം അല്ലെ. അമീർ ഈ ക്ലാസ്സിന്റെ ലീഡറാണ്. എലമെന്റ്സ് പഠിക്കണം കേട്ടോ. അമീർ ഈ ക്ലാസ്സിന്റെ ലീഡറാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ ടീച്ചർ പറയാണ് ഇവർ കുറച്ച് വളവന്മാരാണ്. ഇവരെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇവർ ശരിയല്ലാതെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അമീർ എന്ത് ചെയ്തു? അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇവരെടുത്ത്. അപ്പൊ ഇവർക്ക് എന്താണ്? അപ്പൊ ഇവർക്ക് സങ്കടമായി. ഞങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് സങ്കടം വന്നു. ഫ്രണ്ട് ബെഞ്ചിലിരിക്കണവർ അവര് വികൃതി കുട്ടികളോന്നൊക്കെ പറഞ്ഞ സങ്കടം വന്നു. അപ്പൊ പറയണം ബാക്ക് ബെഞ്ചേഴ്സ് പറഞ്ഞു, എടാ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ടീച്ചർ, അവൻ വെറുതെ പറഞ്ഞതാ നിങ്ങളുടെ അടുത്ത്, അവൻ തെറ്റായിട്ട് എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റി നല്ലതാണ് പറഞ്ഞ ടീച്ചേഴ്സ് നിങ്ങളൊക്കെ നല്ല ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പൊ അവരെന്താ ചെയ്തത്? അവര് മോട്ടിവേഷൻ നൽകി. അവരെന്ത് ചെയ്തു? അപ്പൊ മോട്ടിവേഷൻ. നമ്മുടെ ലീഡർ അമീർ എന്ത് പറഞ്ഞു? തെറ്റായിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മോട്ടിവേഷൻ നൽകി ബാക്ക് ബെഞ്ചിലിരിക്കണവര്. നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങളെ പറ്റി നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ആരെന്തിരുന്നു? പുറത്ത് ടീച്ചർ ചെയ്തു. അപ്പൊ ടീച്ചർ അവിടെ എന്താ ചെയ്തിരുന്നത്? സൂപ്പർവൈസ് ചെയ്യായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നതൊക്കെ സൂപ്പർവൈസ് ചെയ്യായിരുന്നു. അപ്പൊ നമ്മുടെ ടീച്ചർ ആരായിട്ട് കടന്നു വന്നു? അവിടേക്ക് ഡയറക്ടറായിട്ട് കടന്നു വന്നു. അപ്പൊ ക്ലിയർ ആയോ? എലമെന്റ്സ് ക്ലിയർ ആയോ? എന്തൊക്കെയാണ് ഡയറക്ടിങ്ങിന്റെ എലമെന്റ്സ് എന്ന് ഉറക്കം പറഞ്ഞവരെടുത്തരും? കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും എഴുതാൻ കഴിയ? നമ്മുടെ അമീറിനെ കൊണ്ടൊന്ന് എഴുതിക്കാം അല്ലെ. നമ്മുടെ നല്ലൊരു ആരാണ്?
മനസ്സിലായേ? സൂപ്പർവൈസറി ആരെയാണ്? ബാക്കി കമ്പനിയിലുള്ള ആൾക്കാരെ സബോർഡിനേറ്റ്സിലേക്ക് സൂപ്പർവൈസർ സൈഡിൽ തോച്ചു കൊടുക്കുന്നത് അറിയാ ഒരുപാട് ചെയ്തു. എന്തെഴുതിയേ? മോട്ടിവേഷൻ, പ്രചോദനം നൽകുക. എന്താണ് മോട്ടിവേഷനോട് മനസ്സിലായെന്താ? വെരി ഗുഡ് അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും അവരെ മോട്ടിവേറ്റ് ചെയ്ത് പ്രാപ്തരാക്കുക. നെക്സ്റ്റ് ആരെ പോയിന്റ് എഴുതുക? വണ്ടി കാണിക്കരുത്. നിങ്ങൾ പ്ലസ് ടു കാരല്ലേ? ആണെന്ന് കൊടുക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്താ മനസ്സിലായേ? എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ടറായിട്ട് ചെയ്യുന്നത്? എല്ലാരും മനസ്സിലാക്കി? ഓക്കെ, എല്ലാരും മനസ്സിലാക്കി. അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യാ? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാം അല്ലെ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? നെക്സ്റ്റ് പോയിന്റ് ആരേക്കാ? ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് കൊണ്ട് എന്താ മനസ്സിലായേ? അത് ബിസിനസ് സ്ഥാപനത്തിൽ എങ്ങനെയാണ് ലീഡർഷിപ്പ്? അതാരാ ചെയ്യുന്നത്? ഓക്കെ, ഡയറക്ടർ ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു അല്ലെ? അവരെ നയിക്കുന്നത്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അവര് നല്ല രീതിയിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ലീഡ് ചെയ്യുന്ന ആരാണ്? ഡയറക്ടർ അല്ലെ? ക്ലിയർ ആയോ എല്ലാം? ഏതൊക്കെയാണ് 4 എലമെന്റ്സ്? ഓക്കെ, നിങ്ങൾ ഇതിന്റെ മീനിങ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 എലമെന്റ്സ് ഉണ്ടല്ലോ, ആ 4 എലമെന്റ്സിന് മുകളിൽ എന്തെടുക്കുക? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സൂപ്പർവൈസിങ്, മോട്ടിവേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ലീഡിങ്. അപ്പോൾ ലീഡർഷിപ്പ് വേണ്ട അവിടെ. ലീഡിങ് ദ ആക്ടിവിറ്റീസ്. എന്താണ്? ആ ഒരു ബിസിനസ്സിലെ ആക്ടിവിറ്റീസിനെ എന്തൊക്കെ ചെയ്യുന്നു? സൂപ്പർവൈസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ടീച്ചർ നാളേക്ക് ഹോംവർക്ക് ചെയ്യണം. എല്ലാരും ചെയ്തിട്ട് വരുമോ? ഒരു ആക്ടിവിറ്റി കേട്ടോ. ഓക്കെ, നിങ്ങള് ഒരു ഡയറക്ടർ ആവാണെന്ന് നിങ്ങളുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ബിസിനസ് സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയാണ്. ഒരു ബിസിനസ് സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്നു. നിങ്ങൾ അതിന്റെ ഡയറക്ടർ ആവുന്നു. നിങ്ങളുടെ ഡയറക്ടർ ആവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ബിസിനസ്സിൽ ചെയ്യുന്നത്? ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പോവാണ്. ബിസിനസ് സ്ഥാപനം തുടങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്? ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്?